സാജിദ് അജ്മലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സാജിദ്, ഈ 13-അംഗ സംഘത്തിൽ ഇപ്പോൾ 9 പേരാണ് വിട പറഞ്ഞിരിക്കുന്നത്. ബാക്കി 4 പേർ, അതിൽ 3 പേർ കോയമ്പത്തൂർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് അറിയുന്നു. ഒരു കുട്ടിയെ പെരിന്തൽമണ്ണയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യ സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? ഈ 13-അംഗ സംഘത്തിലെ 4 പേരാണ് ഇപ്പോൾ ഈ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 3 പേർ കോയമ്പത്തൂരിലെ ആശുപത്രിയിലാണ് ഉള്ളത്. അതിൽ നൌഷാദ് ഈ സ്കൂൾ ബസിന്റെ ഡ്രൈവറാണ്. അതായത് ഈ പാങ്ങിലെ പള്ളിപ്പറമ്പ് സ്കൂൾ ബസിന്റെ ഡ്രൈവറാണ്. ഈ അധ്യാപകരോടൊപ്പം ഈ വിനോദയാത്ര വന്ന സംഘത്തിൽപ്പെട്ട ആളാണ് നൌഷാദ്. ഈ നൌഷാദിന് ഗുരുതരമായി പരിക്കുണ്ട്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മറ്റൊന്ന് ഈ ടെമ്പോ ട്രാവലറിന്റെ ഡ്രൈവറായ മുഹമ്മദ് ഫായിസ് ആണ്. ഈ ഫായിസിനും പരിക്കുണ്ട്. പക്ഷെ അത് ഈ അപകടനിര തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പിന്നീട് ഈ അധ്യാപികയുടെ മകനായ ഷഹദിൻ എന്ന 11 വയസ്സുള്ള കുട്ടിയുണ്ട്. ഈ കുട്ടിയുടെ തോളന്നില് പൊട്ടലുണ്ട്. ആ കുട്ടിയും അപകട നില തരണം ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് മസ്നിൻ എന്ന കുട്ടിയാണ്. ഈ കുട്ടി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കുട്ടിക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ കുട്ടി ഈ വലിയ താഴ്ചയിലേക്ക് വീഴുമ്പോൾ ഈ ടെമ്പോ ട്രാവലറിന്റെ സീറ്റിനൊപ്പം ഈ കുട്ടി താഴേക്ക് പതിച്ചത് കൊണ്ടാണ് കുട്ടിക്ക് മറ്റ് പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടത്. ഈ കുട്ടി ഈ സംസാരിക്കുന്നുണ്ട്. പക്ഷെ വലിയ മാനസിക പ്രയാസത്തിലാണ്. കുട്ടിയുടെ മാതാവും ഒപ്പം ഉണ്ടായിരുന്ന ആളുകളും എല്ലാം തന്നെ മരണത്തിന് കീഴടങ്ങി. ആ കൊടും കാട്ടിനുള്ളിൽ ഇത്ര വലിയൊരു അപകടം സംഭവിച്ചു. അതിന്റെ ഞെട്ടലിൽ നിന്ന് ആ കുട്ടി പൂർണ്ണമായും മുക്തമായിട്ടില്ല. കുട്ടിക്ക് വലിയ ഈ മാനസികാരോഗ്യ വിദഗ്ധരിൽ നിന്ന് കൗൺസിലിംഗും മറ്റും തീർച്ചയായും ഈ ഒപ്പം യാത്ര ചെയ്ത 12 പേരിൽ നിന്നും 9 പേരാണ് ഇപ്പോൾ ആ കുട്ടിയോട് വിട പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ആഘാതം ആ മനസ്സിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം, അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയായിരിക്കും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അത് മറികടക്കാൻ വേണ്ടി ചുറ്റുമുള്ളവരുടെയും അതുപോലെ തന്നെ കൗൺസിലിങ്ങിൻ്റെയും എല്ലാം സഹായം വേണ്ടി വന്നേക്കാം. സാജിദ് അജ്മലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.